എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി മാത്തമാറ്റിക്സിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് MCQs ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ കാൽക്കുലസ് ആണ് ഫസ്റ്റ് മൊഡ്യൂൾ. അതിനകത്ത് റിലേഷൻസ്, ഫങ്ഷൻസ് ഒക്കെ പഠിച്ചിട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. അപ്പോൾ അതിനകത്ത് ഫങ്ഷൻസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് PSC മുൻപ് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമൊക്കെ ആയിട്ടുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. f of x is equal to 25 minus x raised to 4 whole raised to 1/4 ആണ്. For 0 less than x less than √5 നമുക്ക് കണ്ടുപിടിക്കേണ്ടത് f of 1/2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? f of x കണ്ടുപിടിക്കുക. കോമ്പോസിഷനാണ് അല്ലേ, f കോമ്പോസിഷൻ f ആണ്, f of x അതാദ്യം കണ്ടുപിടിക്കുക. അതായത് f of xന് പകരം എന്ത് കൊടുക്കുക? 25 മൈനസ് എക്സ് റൈസ് ടു 4 ഹോൾ റൈസ് ടു 1/4 നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, f ഓഫ് ദിസ് പർട്ടിക്കുലർ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് f of xനകത്ത്, ഈ കാണുന്ന എക്സിനകത്ത് ആ എക്സ് റീപ്ലേസ് ചെയ്തുകൊണ്ട്, ഈ കാണുന്ന എക്സിൻ്റെ പൊസിഷൻ റീപ്ലേസ് ചെയ്തുകൊണ്ട് ആര് വരികയാണ്? 25 മൈനസ് എക്സ് റൈസ് ടു 4 ഹോൾ റൈസ് ടു 1/4 വരികയാണ്. ശരിയല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ മാറും നോക്കിക്കേ. 25 മൈനസ് എക്സിന് പകരം 25 മൈനസ് എക്സ് റൈസ് ടു 4 ഹോൾ റൈസ് ടു 1/4 എന്ന് വരും. ശരിയാണല്ലോ? അതിൻ്റെ ഫോർത്ത് പവർ എടുത്തിട്ടുണ്ട്, ഹോൾ റൈസ് ടു എന്തുകൊണ്ട്? 1/4 ഉണ്ട്. അതായത് എക്സ് മാറിക്കൊണ്ട് ആ പർട്ടിക്കുലർ ഫംഗ്ഷൻ വന്നു, ആ എക്സിന് റൈസ് ടു 4 ഉണ്ട്, ഫംഗ്ഷന് ഹോൾ റൈസ് ടു 1/4 ഉണ്ട്. അതെല്ലാം അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ 4 ക്യാൻസൽ ചെയ്യാം. താഴെ എന്താണ് വരിക? 25 മൈനസ് 25 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് ഓഫ് മൈനസ് പ്ലസ് എക്സ് റൈസ് ടു 4 വരും. ഹോൾ റൈസ് ടു എന്താണ്? 1/4. അപ്പോൾ പ്ലസ് 25 മൈനസ് 25 ക്യാൻസൽ വരും. ബാക്കി എന്താണ് വരിക? എക്സ് റൈസ് ടു 4 ഹോൾ റൈസ് ടു 1/4 ആണ് വരിക. 4ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ ആൻസർ എന്താണ് വരിക? എക്സ് ആണ് വരിക. ശരിയല്ലേ? സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? f of x എന്നുള്ളത് എനിക്ക് ആൻസർ ഇപ്പോൾ എന്താണ് വന്നിട്ടുള്ളത്? എക്സ് ആണ് ആൻസർ വന്നിട്ടുള്ളത്. ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ അവർ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം എളുപ്പം പറഞ്ഞൂടെ? എന്താണ് അവർ നമ്മളോട് ചോദിക്കുന്നത്? f of 1/2 എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. f of x എക്സ് ആണെങ്കിൽ f of 1/2ൻ്റെ ആൻസർ എന്താണ് വരിക? 1/2 ആണ് ആൻസർ വരിക. 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 റൈസ് ടു -1. ഓക്കെ ആണേ? സോ ഓപ്ഷൻ ഡി 2 റൈസ് ടു -1 ആണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. രണ്ടാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇഫ് f of x is equal to x by x minus 1, അങ്ങനെയാണെങ്കിൽ f of a by f of a plus 1 എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. f of a ഡിവൈഡഡ് ബൈ f of a plus 1 ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കേ, f of x നമ്മുടെ കയ്യിലുണ്ട്, x by x minus 1 ആണ്. അപ്പോൾ f of a എന്ന് പറയുമ്പോൾ a by a minus 1 എന്ന് വരും. f of a plus 1 എന്ന് പറയുമ്പോൾ a plus 1 by a plus 1 minus 1 എന്ന് വരും. ഇവിടെ പ്ലസ് 1 മൈനസ് 1 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതായത് a by a minus 1 by a plus 1 by a. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. a by a minus 1 ഇൻറ്റു a plus 1 by a തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ a by a plus 1 എന്ന് വരും. ശരിയാണല്ലോ? സോ ന്യൂമറേറ്ററിൽ a ഇൻറ്റു a സ്ക്വയർ ആവും. താഴെ എന്താണ് വരിക? a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി, a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ a സ്ക്വയർ മൈനസ് 1 വരും. ഓക്കെ, നമുക്ക് കിട്ടിയേക്കുന്ന ആൻസർ a സ്ക്വയർ ബൈ a സ്ക്വയർ മൈനസ് 1 ആണ്. ഇതെന്താണ് ആക്ച്വലി? ഇത് f ഓഫ് a സ്ക്വയർ അല്ലേ? ശരിയല്ലേ? നമുക്കറിയാം f ഓഫ് x എന്ന് പറഞ്ഞാൽ x ബൈ x മൈനസ് 1 ആണ്. ശരിയാണല്ലോ? f ഓഫ് x എന്ന് പറഞ്ഞാൽ എന്താണ്? x ബൈ x മൈനസ് 1 ആണ്. അപ്പോൾ അത് പ്രകാരം f ഓഫ് a സ്ക്വയർ എന്താണെന്ന് സിംപ്ലി പറയാലോ? a സ്ക്വയർ ബൈ a സ്ക്വയർ മൈനസ് 1 ആണ് ആൻസർ വരിക. സോ f ഓഫ് a സ്ക്വയർ ഓപ്ഷൻ എ ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ക്ലിയർ അല്ലേ? f ഓഫ് a ബൈ a പ്ലസ് 1 സോൾവ് ചെയ്തെടുത്താൽ എനിക്ക് ആൻസർ എന്താണ് കിട്ടുക? f ഓഫ് a സ്ക്വയർ ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഇതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇഫ് f of x is equal to 2x plus 1 by 3x minus 2, അങ്ങനെയാണെങ്കിൽ f കോമ്പോസിഷൻ f of 2 എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ആദ്യമേ എന്ത് കണ്ടുപിടിക്കുക?
എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് കണ്ടുപിടിച്ചിട്ട് എക്സിന് വാല്യൂ കൊടുക്കാം. അല്ലെങ്കിൽ എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് ടു എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് ടു എന്ന് പറഞ്ഞാൽ അത് എഫ് ഓഫ് ടു ആണ്. ശരിയല്ലേ? അറിയാമല്ലോ, എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അത് എഫ് ഓഫ് എക്സ് ആണ്. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അത് എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അത് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഫോർമുലാസ്. അപ്പോൾ അത് പ്രകാരം എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് ടു എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ടു. സോ എഫ് ഓഫ് ടു കണ്ടുപിടിക്കണമെങ്കിൽ എളുപ്പമാണ്. നമുക്ക് എഫ് ഓഫ് എക്സ് നമ്മുടെ കയ്യിലുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2x + 1/3x - 2 ആണ്. അപ്പോൾ എഫ് ഓഫ് ടു കണ്ടുപിടിക്കണമെങ്കിൽ എക്സിന് 2 കൊടുത്താൽ മതി. 2 × 2 + 1/3 × 2 - 2 എന്ത് വരും? 4 + 1/6 - 2 5 / 4 അല്ലേ? സോ എഫ് ഓഫ് 5/4 ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ശരിയാണല്ലോ? അപ്പോൾ എഫ് ഓഫ് എക്സ് ഉണ്ട്. എഫ് ഓഫ് 5/4 കണ്ടുപിടിക്കണമെങ്കിൽ എക്സിന് 5/4 കൊടുക്കുക. 2 × 5/4 + 1 / 3 × 5/4 - 2. ഓക്കെ, സോ 10 + 4/4 / 15 - 8/4. 4 ക്യാൻസലായി. 14 / 8 7 15. 14/7 എത്രയാണ് വരിക? ഈ 7 ആണ് 14 വരിക. ഓപ്ഷൻ ഡി 2 ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ക്ലിയർ ആണല്ലോ? നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി 2 ആണ് നമുക്ക് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. നാലാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 4. എഫ് ഓഫ് എക്സ് എന്നുള്ള ഒരു ഫംഗ്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഓക്കെ, ചെയ്യാലോ? എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ? അത് ഓൺ ടു ആണെന്ന് അസ്യൂം ചെയ്തിട്ട് എഫ് ഓഫ് എക്സ് = y എന്ന് ഇക്വേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് എക്സ് കണ്ടുപിടിച്ചാൽ എന്തായി? അതിൻ്റെ ഇൻവേഴ്സായി. ശരിയല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? എഫ് ഓഫ് എക്സ് = y എന്ന് ഇക്വേറ്റ് ചെയ്യുന്നു. അതായത് 2x + 1 / 1 - 3x. 2x + 1/1 - 3x = y. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെ വാല്യൂ കിട്ടും. ആ എക്സിൻ്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് വൈയിലായിരിക്കും ഉണ്ടാവുക. ആ വൈ റീപ്ലേസ് ചെയ്ത് എക്സ് ആക്കി കഴിഞ്ഞാൽ എഫ് ഇൻവേഴ്സ് ഇൻ ടേംസ് ഓഫ് എക്സ് കിട്ടും. അതാണ് നമ്മുടെ ആൻസർ വരിക. സോ ഇത് ക്രോസ് ചെയ്തെടുക്കാം. 2x + 1 = y × 1 - 3x ആണ് വരിക. സോ 2x + 1 = y - 3xy. എക്സ് ഒക്കെ ഒരുമിച്ച് ആക്കിക്കോളൂ. 2x + 3xy = y - 1. സോ x × 2 + 3y = y - 1. അവിടുന്ന് x = y - 1 / 2 + 3y. നമുക്ക് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ടേംസിൽ തന്നെയാണ് വേണ്ടത്. y റീപ്ലേസ് ചെയ്ത് എക്സ് ആക്കിക്കോളൂ. x - 1 എന്താണ് വരിക? 2 + 3x. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. x - 1 / 2 + 3x. ഓപ്ഷൻ എ ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അഞ്ചാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 5. നോക്കിക്കേ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ 2x + 1 ആണ്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ x - 1/2 ആണ്. ഫോർ ഓൾ റിയൽ എക്സ് റിയൽ ആണെന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എഫ് കോമ്പോസിഷൻ ജി ഹോൾ ഇൻവേഴ്സ് ഓഫ് 1/x എന്താണെന്നാണ് ചോദ്യം. എഫ് കോമ്പോസിഷൻ ജി ഹോൾ ഇൻവേഴ്സ് ഓഫ് 1/x. നമുക്ക് ഫോർമുല യൂസ് ചെയ്യാം. എഫ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സിനെ ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് എന്നൊക്കെ എഴുതാം. അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഉപയോഗിച്ചിട്ട് രണ്ട് ഇൻവേഴ്സുകൾ കണ്ടുപിടിക്കേണ്ടി വരും. അതിലും ഭേദം എന്താണ്? എഫ് കോമ്പോസിഷൻ ജി എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. ആ ഇൻവേഴ്സിൽ എക്സ് റീപ്ലേസ് ചെയ്ത് 1/x കൊടുക്കണം. കാരണം എഫ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ഓഫ് 1/x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? So first of all I am calculating f composition g of x, that is f of g of x. So f of g of x എന്നുള്ളത് x - 1/2. So f of x - 1/2 ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. f of x നമ്മുടെ കയ്യിലുണ്ട് 2x + 1 ആണ്. അപ്പോൾ f of x - 1/2 എന്ന് പറഞ്ഞാൽ അവിടെ ഈ എക്സിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് എന്ത് കൊടുക്കണം? x - 1/2 കൊടുക്കണം. സോ 2 × x - 1/2 + 1. 2 ക്യാൻസലായി. സോ x - 1 + 1 + 1 - 1 ക്യാൻസലായി. x ആണ് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതൊരു ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ്.
എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ എക്സ് ഇൻപുട്ട് കൊടുത്താൽ അതേ എക്സ് തന്നെ ഔട്ട്പുട്ട് കിട്ടും എന്നർത്ഥം. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്നാണ് നമ്മളതിനെ വിളിക്കുക. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എടുത്താലും അത് തന്നെയായിരിക്കും അല്ലേ. എഫ് കോമ്പോസിഷൻ ജി ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആയതുകൊണ്ട് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ഈസ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ഇറ്റ് സെൽഫ്. അപ്പം എഫ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാലും ആൻസർ എന്ത് തന്നെയായിരിക്കും, എക്സ് തന്നെയായിരിക്കും. പക്ഷെ നമുക്ക് എഫ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് 1/x ആണ് കണ്ടുപിടിക്കേണ്ടത്. എഫ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ഓഫ് 1/x is equal to 1/x is the solution. ഓപ്ഷൻ ബി 1/x ആണ് നമുക്ക് ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 5ാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 6. ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 1/x+1. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണ്? എക്സ് മൈനസ് 1/x+1 എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് 1/f ഓഫ് എക്സ് എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, സോ എഫ് ഓഫ് 1/f ഓഫ് എക്സിന് പകരം എന്ത് കൊടുക്കുന്നു? എക്സ് മൈനസ് 1/x+1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് എഫ് ഓഫ് ഇത് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ x+1 മുകളിലേക്ക് വരും ബൈ x-1. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എഫ് ഓഫ് x+1/x-1. എഫ് ഓഫ് എക്സ് നമ്മുടെ കയ്യിലുണ്ട്. അതിനകത്ത് ഈ എക്സ് കാണുന്ന സ്ഥലത്തിലെല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ട് എന്ത് കൊടുക്കണം? x+1/x-1 കൊടുക്കണം. അപ്പോൾ അത് കൊടുക്കുമ്പോൾ എന്താണ് വരിക? x+1/x-1 മൈനസ് 1 ബൈ x+1/x-1 കണ്ടോ? ഞാൻ ഈ ആരോ മാർക്ക് വരച്ച ആ എക്സ് കണ്ട സ്ഥലത്തെല്ലാം x+1/x-1 കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്തു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇത് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ ആൻസറായി. ന്യൂമറേറ്ററിൽ ക്രോസ് ചെയ്യാം. x+1 മൈനസ് ഓഫ് x-1 ബൈ x-1 ബൈ x+1 പ്ലസ് x-1 ബൈ x-1. x-1 ക്യാൻസൽ ചെയ്യാം. മുകളിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ x+1 മൈനസ് x+1 ബൈ ഇവിടെ നമുക്ക് +1 - 1 വെട്ടാം. എക്സും കൂട്ടി എന്താക്കാം? 2x ആക്കാം. ഓക്കെ, സോ ഇവിടെ +x - x ക്യാൻസൽ ചെയ്യാം. 1 + 1 2 വരും. 2/2x. 2 ക്യാൻസൽ ചെയ്താൽ 1/x എന്നാണ് നമുക്ക് ആൻസർ വരിക. ഓപ്ഷൻ ഡി 1/x ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഓക്കെ, സോ എഫ് ഓഫ് 1/f ഓഫ് എക്സിൻ്റെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ നമുക്ക് എന്താണ് കിട്ടുക? ഓപ്ഷൻ ഡി 1/x ആണ് നമുക്ക് ആൻസർ വരിക. ഇതായിരുന്നു നമ്മുടെ 6ാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 7ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കിക്കോ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/1 - x ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം ധൃതി പിടിച്ച് ചെയ്യേണ്ട, 1/1 ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ഉള്ളിലുള്ള എഫ് ഓഫ് എക്സിന് ഞാൻ എന്ത് ചെയ്യുന്നു? വാല്യൂ കൊടുക്കുന്നു. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/1 - x. ഓക്കെ, അത് ഞാൻ വാല്യൂ കൊടുത്തു. ഇത് കോമയാണ് കേട്ടോ. 1/1 - x വാല്യൂ കൊടുത്തു. ക്ലിയർ ആണേ? യെസ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ഉള്ളിലുള്ള എഫ് ഓഫ് എക്സിന് വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എഫ് ഓഫ് 1/1 - x ആണ്. എഫ് ഓഫ് എക്സ് കയ്യിലുണ്ട്. അതിനകത്ത് എക്സ് റീപ്ലേസ് ചെയ്തുകൊണ്ട് എന്ത് കൊടുക്കണം? 1/1 - x കൊടുക്കണം. അപ്പോൾ 1/1 - x റീപ്ലേസ് ചെയ്തുകൊണ്ടിട്ട് എന്ത് കൊടുക്കുന്നു? 1/1 - x കൊടുക്കുന്നു. അപ്പോൾ ഇത് സോൾവ് ആക്കുക. എഫ് ഓഫ് 1 ക്രോസ് ചെയ്താൽ 1 - x മൈനസ് 1/1 - x. ഓക്കെ, സോ എഫ് ഓഫ് 1 ഇവിടെ നമുക്ക് +1 - 1 ക്യാൻസൽ ചെയ്യാം. 1 - x മുകളിലേക്ക് വരും ബൈ -x. മുകളിൽ നിന്നൊരു മൈനസും കൂടി ഇങ്ങോട്ട് പുറത്തെടുത്താൽ മൈനസ് ഓഫ് x-1/-x എന്ന് എഴുതാം. ശരിയല്ലേ? 1 - x നമുക്ക് മൈനസ് ഓഫ് x-1 നോക്കാം. വീണ്ടും ഒരു മൈനസ് വെട്ടാം. സോ എഫ് ഓഫ് x-1/x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ശരിയാണല്ലോ? സോ എഗെയിൻ എഫ് ഓഫ് എക്സ് കയ്യിലുണ്ട്. എഫ് ഓഫ് x-1/x കണ്ടുപിടിക്കണമെങ്കിൽ ഈ എക്സ് റീപ്ലേസ് ചെയ്തുകൊണ്ട് എന്ത് കൊടുക്കണം? x-1/x കൊടുക്കണം. അപ്പോൾ എന്താണ് വരിക? 1/1 - x റീപ്ലേസ് ചെയ്തുകൊണ്ട് x-1/x. സോ വീണ്ടും ക്രോസ് ചെയ്യുക. 1/x മൈനസ് ഓഫ് x-1/x. എക്സ് നേരെ മുകളിലേക്ക് വരും ബൈ x മൈനസ് ഓഫ് മൈനസ് +1 +x - x ക്യാൻസൽ. x/1 x ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഓപ്ഷൻ സി x. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ.
ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ, സോൾവ് ചെയ്ത് ഉത്തരത്തിലേക്ക് വരാവുന്നതേ ഉള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 7ാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 8ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കാം. ദ റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ബൈ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 2 എന്നാണ് ചോദ്യം. ഓക്കെ, മോഡ് എക്സിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയാം. മോഡ് എക്സിൻ്റെ ഡെഫിനിഷൻ എന്താണ്? മോഡ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് മൈനസ് എക്സ് ഫോർ എക്സ് ലെസ് ദാൻ 0 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് 2ൻ്റെ ഡെഫിനിഷൻ, ഇപ്പോൾ മോഡ് എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞാൽ അതിന് 2 ആൻസേഴ്സ് പോസിബിൾ ആണ്. ഒന്നില്ലെങ്കിൽ അത് എക്സ് പ്ലസ് 2 ആവാം, അല്ലെങ്കിൽ മൈനസ് ഓഫ് എക്സ് പ്ലസ് 2 ആവാം. 2 പോസിബിലിറ്റി ഒന്ന് എഴുതി നോക്കുക. മോഡിൽ എക്സ് പ്ലസ് 2 ആയതുകൊണ്ട് എളുപ്പമാണ്. എക്സ് പ്ലസ് 2 ബൈ ആദ്യത്തെ പോസിബിലിറ്റി മോഡ് എക്സ് പ്ലസ് 2. മോഡ് എക്സിന് എക്സ് ആവാം, മൈനസ് എക്സ് ആവാം. അതേപോലെ മോഡ് എക്സ് പ്ലസ് 2ന് എക്സ് പ്ലസ് 2 ആവാം, ഓർ മോഡ് എക്സ് പ്ലസ് 2ന് മൈനസ് ഓഫ് എക്സ് പ്ലസ് 2 ആവാം. അപ്പോൾ ഈ 2 പോസിബിലിറ്റി ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഇത് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് 2 ആൻസേഴ്സേ വരുള്ളൂ. ഒന്നില്ലെങ്കിൽ 1 വരാം, അല്ലെങ്കിൽ -1 വരാം. ഓക്കെ, അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ പോസിബിൾ സൊല്യൂഷൻസ് ഫോർ ഓൾ ഡൊമൈൻസ് ആണ്. ഡൊമൈൻ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട്സ് ആണ് റേഞ്ച്. അപ്പോൾ റേഞ്ചിൽ നമുക്ക് 2 ആൻസേഴ്സേ വരുള്ളൂ. ഏത് എക്സ് വാല്യൂ കൊടുത്താലും എനിക്ക് വരുന്ന ഉത്തരം എന്തായിരിക്കും? എനിക്കൊന്നില്ലെങ്കിൽ 1 വരാം, അല്ലെങ്കിൽ -1 വരാം. ഓക്കെ, സോ ഓപ്ഷൻ സി സെറ്റ് 1 -1 എന്നുള്ളതാണ് ആൻസർ വരിക. അപ്പോൾ മോഡ് എക്സിൻ്റെ ഡെഫിനിഷൻ അറിയുക വഴി വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് ആൻസറിലേക്ക് വരാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 9ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 9. The domain of the function f of x is equal to 1 by root of 4 minus x square. 1 by root of 4 minus x square എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നൊരു ഫ്രാക്ഷൻ ഉണ്ട്, ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ 0 ആവരുത്. അപ്പോൾ 4 മൈനസ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആവണം, നോട്ട് ഈക്വൽ ടു 0 ആവണം. ഇനി അത് ഗ്രേറ്റർ ദാൻ കൂടി ആവണം എന്ന് പറയുന്നത് റൂട്ട് ഉള്ളത് കൊണ്ടാണ്. കാരണം റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരാൻ പാടില്ല. സോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വെറും റൂട്ട് 4 മൈനസ് എക്സ് സ്ക്വയർ ഉള്ളായിരുന്നുവെങ്കിൽ, ഇങ്ങനെയായിരുന്നു ചോദ്യമെങ്കിൽ, അവിടെ നമുക്ക് ഈക്വൽ ടു 0 വേണമെങ്കിൽ എടുക്കാം. കാരണം റൂട്ടിനുള്ളിൽ 0 പോസിബിൾ ആണ്. പക്ഷേ ഫ്രാക്ഷൻ ഉള്ളത് കൊണ്ട്, ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് കൊണ്ട് 0യും കൂടെ നമുക്ക് പോസിബിൾ അല്ലാണ്ടാവും. കാരണം ഡിവിഷൻ ബൈ 0 നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് ഈ ഈക്വൽ ടു എന്നുള്ള സംഗതി എടുത്ത് കളയാം. സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് സോൾവ് ആക്കിയാൽ ആൻസറായി 4 ഗ്രേറ്റർ ദാൻ എക്സ് സ്ക്വയർ ലെസ് ദാൻ 4 പഠിച്ചിട്ടുണ്ട്. എക്സ് സ്ക്വയർ ലെസ് ദാൻ എ ആണെന്നുണ്ടെങ്കിൽ മൈനസ് റൂട്ട് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ റൂട്ട് എ ആണ് ആൻസർ വരിക. സോ മൈനസ് റൂട്ട് 4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ റൂട്ട് 4, -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2, എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവൽ -2 2. സോ ഓപ്ഷൻ സി ഓപ്പൺ ഇൻ്റർവൽ -2 2 എന്നുള്ളതാണ് നമുക്ക് ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ചോദ്യം നോക്കിക്കോളൂ. 10ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 10. ഒരു ഫംഗ്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഫംഗ്ഷൻ്റെ എന്ത് കണ്ടുപിടിക്കാനാണ് ചോദ്യം? റേഞ്ച് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, റേഞ്ച് എന്ന് പറഞ്ഞാൽ മിനിമം നോക്കുക. ഏറ്റവും മിനിമം വാല്യൂ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഏറ്റവും മിനിമം വരാവുന്ന വാല്യൂ എന്താണ്? 1 എക്സിന് 1 കൊടുത്താൽ ആണ് മിനിമം വാല്യൂ വരിക. എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മിനിമം വരാവുന്ന വാല്യൂ എന്താണ്? 0 ആണ് അല്ലേ? ഏറ്റവും മാക്സിമം അങ്ങ് ഇൻഫിനിറ്റി വരെ പോകും. സോ ക്ലോസ്ഡ് 0 ഓപ്പൺ ഇൻഫിനിറ്റി ആണ് ഇതിൻ്റെ റേഞ്ച് വരിക. ഓപ്ഷൻ സി. റേഞ്ച് എന്ന് പറഞ്ഞാൽ മിനിമം ടു മാക്സിമം എന്നുള്ള രീതിയിലല്ലേ? ഏറ്റവും മിനിമം വാല്യൂ 0 ആണ്. 0 വരുന്നത് എക്സിന്, ഇപ്പോൾ എക്സിന് 1 കൊടുത്താലും, എക്സിന് 0 കൊടുത്താൽ മോഡ് -1 + 1 ആണ്. അതിനേക്കാൾ ചെറിയ വാല്യൂ 0 പോസിബിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും മിനിമം വാല്യൂ 0 ആണ്. മാക്സിമം നമുക്ക് പറയാൻ പറ്റില്ല. എക്സിന് അങ്ങ് ഇൻഫിനിറ്റ്ലി മെനി വാല്യൂസ് പിന്നീട് പോസിബിൾ ആണ്. എന്തായാലും എന്ത് വരില്ല? മോഡ്ലെസ് ആയതുകൊണ്ട് നെഗറ്റീവ് വാല്യൂസ് ഒന്നും വരുന്നുണ്ടാവില്ല. സോ ക്ലോസ്ഡ് 0 ഇൻഫിനിറ്റി എന്നുള്ളതാണ് നമുക്കിതിൻ്റെ റേഞ്ചിൽ വരിക. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലിയർ അല്ലേ? യെസ്. സോ ഇത്രയുമായിരുന്നു ഫങ്ഷൻസിൽ ഈ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അടുത്ത ക്ലാസ്സിൽ ഇതേപോലെ ടോപ്പിക് വൈസും അല്ലാണ്ടുമുള്ള ഉപകാരപ്രദമായ MCQസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ.